ഒരു പുരുഷൻ അവൻ്റെ ലൈഫിൽ ഏറ്റവും പരാജിതനായി നിൽക്കുന്ന ഒരു അവസ്ഥ ഏതാണെന്നറിയോ? അത് അവൻ്റെ ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ അവൻ്റെ ജോലിയിൽ പരാജയപ്പെടുമ്പോഴോ അല്ല, പക്ഷേ അവൻ്റെ ബെഡ്റൂമിൽ ഒരു പരാജിതനാകുന്നുണ്ട് എന്ന് അവൻ സ്വയം മനസ്സിലാക്കുന്ന സമയത്താണ് അവൻ മാനസികമായിട്ട് വളരെയേറെ തകർന്നു പോകുന്നത്. നമ്മുടെ എൻ്റെ ഒ പിയിൽ മിക്ക പുരുഷന്മാരും വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ എനിക്ക് മുന്നത്തെ പോലെ സെക്സ് ആസ്വദിക്കാൻ കഴിയുന്നില്ല ഡോക്ടറെ, അതല്ലെങ്കിൽ എനിക്ക് മുന്നത്തെ പോലെ ടൈമിങ് കിട്ടുന്നില്ല ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് ഔട്ടായി പോകുന്നു ഡോക്ടറെ, എനിക്ക് എൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല ഡോക്ടറെ എന്നുള്ളത്. പക്ഷേ അതിൽ മിക്ക ആളുകളും എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകുക അവസാനമായിരിക്കും. അതിന് മുമ്പ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഗൂഗിളിലും ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ സെർച്ച് ചെയ്ത് വേണ്ടതും വേണ്ടാത്തതും അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്ത് അവർ പല കെണിയിലും പോയിട്ട് അകപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈം ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരുപാട് മെഡിസിൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ പല മെഡിസിൻസ്, വയാഗ്ര അല്ലെങ്കിൽ തുർക്കി ജാം അല്ലെങ്കിൽ ഈ സ്റ്റാമിന ബൂസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിസിൻസ്, ഇഞ്ചെക്ഷൻസ്, അങ്ങനെ പലതും ട്രൈ ചെയ്ത് അവസാനമാണ് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. ഇനി എന്താണ് സെക്സ് അല്ലെങ്കിൽ എന്താണ് ലൈംഗികത? ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും നെറ്റി ചുളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അയ്യേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഒരു മോശമായിട്ടുള്ളൊരു സംഭവമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് വെറും ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു പ്ലഷർ എന്നതിനപ്പുറം അവരുടെ മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആക്കാനും അവരുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിശ്വാസം ബിൽഡ് ചെയ്യാനും അതുപോലെ അവർ തമ്മിലുള്ള സ്നേഹം ഒന്നും കൂടെ ആഴത്തിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സെക്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ലാംഗ്വേജ് എന്ന് തന്നെ അതിനെ പറയാം. നമുക്കെല്ലാവർക്കും ഈ സെക്സിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവുക എവിടെ നിന്നായിരിക്കും? അതെ, ഒന്നെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു ബ്ലൂ ഫിലിം അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു തന്ന ചെറിയൊരു ഇൻഫർമേഷൻ നിന്നൊക്കെയായിരിക്കും നമ്മൾ സെക്സ് എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ദാമ്പത്യത്തിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് വെച്ച പോലെ ഒന്നും ആവില്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കണ്ടതുപോലെയുള്ള മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സെക്സ്, അതുപോലെ ഭയങ്കര ഫാൻറ്റസി നിറഞ്ഞ സെക്സ്, അതൊന്നും ആവില്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അയ്യോ ഞാനൊരു പരാജയമാണോ, ഞാനൊരു ഫെയിലിയർ ആണോ ഈ സെക്സിൽ എന്ന് നമ്മൾ സ്വയം അങ്ങ് വിലയിരുത്തും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലരുടെയും ദാമ്പത്യ ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഭർത്താവിന് ഇതുപോലുള്ള പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ടൈമിങ് വളരെ കുറവാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഭർത്താവിന് ഈ ഒരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാവും. എന്നെക്കൊണ്ടൊന്നും കഴിയുന്നില്ല, എനിക്ക് മുന്നത്തെ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് അവരുടെ ആത്മവിശ്വാസത്തെ വളരെയേറെ കുറക്കും. അത് കാരണം തന്നെ അവർക്ക് ഭാര്യയുടെ അടുത്ത് അധികം ബന്ധപ്പെടാൻ അവർക്ക് താല്പര്യം തോന്നില്ല. അപ്പോൾ അത് ഭാര്യയുടെ ഉള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംശയത്തിന് വകയുണ്ടാക്കും. അതുപോലെ തന്നെ ഭർത്താവാണെങ്കിലും ചിന്തിക്കും, എനിക്ക് അവൾക്ക് ഒരു സുഖം കൊടുക്കാത്ത കാരണം കൊണ്ട് തന്നെ അവൾ ഇനി വേറെ ആരുടെ അടുത്തേക്കെങ്കിലും ഇതിനു വേണ്ടി പോകുമോ എന്നുള്ള സംശയം അവരുടെ ഉള്ളിലുണ്ടാകും. ഭാര്യയാണെങ്കിലും എന്താ വിചാരിക്കുക, അങ്ങേരെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോവുക എന്നുള്ളത് ഭാര്യയും കരുതി വെക്കും. അങ്ങനെ അവരുടെ തമ്മിൽ പ്രശ്നങ്ങളായി അത് ഡൈവോഴ്സിലോട്ട് വരെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ചിന്തിക്കുക,
പെട്ടെന്ന് ടൈം കൂട്ടാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ സ്റ്റാമിന ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ ആളുകളും ചിന്തിക്കുക. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് അവർ അതിന് വേണ്ടിയിട്ടെടുത്ത് അവരുടെ ഉള്ള ലൈംഗിക ശേഷിയും കൂടെ നശിപ്പിക്കാറാണ് സാധാരണ രീതിയിൽ ഉണ്ടാകാറ്. നമ്മളിവിടെ നമ്മുടെ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാരണങ്ങളും അതുപോലെ എന്താണ് അസുഖം എന്നുള്ളത് മുഴുവനായി ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി, അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോപ്പതിക് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ എന്താണ് പ്രിമച്ചുർ ഇജാക്കുലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു പുരുഷന് അവന് തൃപ്തിയാകുന്നതിന് മുമ്പ് അവന് ശുക്ലം പുറത്തേക്ക് പോവുക, അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾക്ക് രതിമൂർച്ച എത്തുന്നതിന് മുമ്പ് പുരുഷന് പെട്ടെന്ന് ഇജാക്കുലേഷൻ ഉണ്ടാകുക, അത് 1 മിനിറ്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവിക്കുകയും ചെയ്യുക. അത് ഒരുപാട് ദിവസങ്ങൾ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരികയും ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ പ്രിമച്ചുർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ചില കേസിൽ ഇത് നോർമൽ ആയിട്ടുള്ള കേസസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സെക്സ് എന്നുള്ള സംഭവത്തിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും. അത് ആക്ച്വലി നോർമലാണ്. അതുപോലെ തന്നെ പ്രവാസികൾ ഒരുപാട് കാലങ്ങൾ വിദേശത്ത് നിന്ന് അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാഴ്ച 2-3 ദിവസമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതും ആക്ച്വലി നോർമലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സെക്ഷലി ആക്റ്റീവ് ആവാൻ കഴിയില്ല. അതിന് കുറച്ച് ടൈം എടുക്കും. അതും ആക്ച്വലി നോർമലാണ്. അതുപോലെ തന്നെ 1-2-3 ദിവസമാണ് ഇങ്ങനെ കാണുന്നത് എന്നുണ്ടെങ്കിലും അത് ആക്ച്വലി നോർമലാണ്. അതിന് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഇനി എപ്പോഴാണ് ഇത് അബ്നോർമൽ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഡോക്ടറെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ സെക്സിൻ്റെ സുഖം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഓർഗാസം എന്നത് ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല എന്നൊരാൾ വന്ന് പറയുമ്പോൾ അത് അബ്നോർമലാണ്. അതുപോലെ തന്നെ മുന്നേ നന്നായി ആസ്വദിച്ചിരുന്ന ഒരാൾക്ക് ഇപ്പോൾ തീരെ ടൈമിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തീരെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അബ്നോർമലാണ്. അതുകൂടാതെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, പ്രോസ്റ്റേറ്റ് ഇതുപോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു പേഷ്യൻ്റ് വന്ന് പറയുന്നുണ്ടെങ്കിൽ അതും അബ്നോർമലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത്, സ്ഖലനം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും അബ്നോർമലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെൻ്റലി നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ടെൻഷന് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫിസിക്കലി എങ്ങനെ ഫിറ്റാണ് എന്ന് പറഞ്ഞാലും നമുക്ക് സെക്ഷലി ആക്റ്റീവ് ആവാൻ കഴിയില്ല. അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം. നമ്മുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, പ്രോസ്റ്റേറ്റ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിലൊക്കെ ഇത് സാധാരണ രീതിയിൽ കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഇതുപോലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്നതും അതുപോലെ ലിംഗത്തിലുള്ള ഞരമ്പുകൾക്ക് തളർച്ച വരുന്നതുമാണ് ഇതിൻ്റെ മെയിൻ കാരണം. പിന്നെ വരുന്നതാണ് നമ്മൾ ഓവറായിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുക, ഓവറായിട്ട് സ്വയംഭോഗം ചെയ്യുക. സ്വയംഭോഗം ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത് ഓവറായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഞരമ്പുകൾക്ക് തളർച്ച വരും, അത് പതിയെ പതിയെ അത് നശിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇത് കൂടാതെ വരുന്നതാണ് വയസ്സ് കൂടുന്തോറും, ഏജ് കൂടുന്തോറും നമ്മുടെ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞിട്ട് അത് കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഓവർ സെൻസിറ്റീവായിട്ട് ചില ആളുകൾ ഭയങ്കര സെൻസിറ്റീവായിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്ക് അവർക്ക് ഔട്ടായി പോകും. അങ്ങനത്തെ ആളുകളിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ പോകരുത്. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു, തുർക്കി ജാം, അതുപോലെ തന്നെ സ്റ്റാമിന ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസ്, അങ്ങനെ പല സംഭവങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക്
ഇപ്പോൾ നല്ല ആസ്വാദനം നിങ്ങൾക്ക് തരും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വളരെയേറെ ഭയാനകമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ലാണ്ട് അതും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രവാസികളാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കും. ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴേക്ക് അവരങ്ങ് പോകാനായിട്ടുണ്ടാവും. അപ്പോൾ മെയിൻലി പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ ഒരു 3 മാസം മുമ്പെങ്കിലും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ കഴിയുള്ളൂ. ഇനി ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ടുള്ളത് തന്നെ നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. ഐ ക്യാൻ ഡു ദിസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, എനിക്കിത് മുഴുവനാക്കാൻ കഴിയുമോ എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ സെക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം തന്നെ എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുക. രണ്ടാമതായിട്ട് എന്താണെന്നുള്ളത്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടാവും. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളല്ല. ഭർത്താവാണെങ്കിലും ഭാര്യയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭാര്യയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തരുത്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. ഭർത്താക്കന്മാരാണെങ്കിലും വിചാരിക്കേണ്ടത്, ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യമാർ നിങ്ങളെ സ്നേഹിക്കും. കാരണം ഒരു പെണ്ണും അവർ ശാരീരിക ബന്ധത്തിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവർക്ക് അതിലേറെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് മാനസികപരമായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പാണ്. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളിസം പോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക. ഫോർ എക്സാമ്പിൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക. ഇലക്കറികൾ, പച്ചയായിട്ടുള്ള ഇലക്കറികൾ നന്നായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അവക്കാഡോ, നമ്മൾ പറയും ബട്ടർ, ആ ഒരു ഫ്രൂട്ട് നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുകയോ അങ്ങനെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ABC ജ്യൂസ്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്, ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങളുടെ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ, നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ്, അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ സാധാ എക്സസൈസ് അല്ല, കീഗിൾസ് എക്സസൈസ് എന്ന് പറയും. നമ്മുടെ ആ ലിംഗത്തിൻ്റെ ഭാഗത്തുള്ള പെൽവിക് മസിൽസിന് ഒരു സ്ട്രെങ്തൻ കിട്ടാനും അത് കാരണം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കൂടാനും ഞരമ്പുകൾക്ക് ഭയങ്കരമായിട്ട് ഉത്തേജനം വരാനുള്ള ഒരു എക്സസൈസാണ്. അത് ഡെയിലി ഒരു അരമണിക്കൂർ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഇത് നിയന്ത്രിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഫോർപ്ലേക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതൊരു സെക്സ് ആണെങ്കിലും അതിൽ ഫോർപ്ലേ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ ടൈം ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉള്ളൊരു ടെക്നിക്കാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ടെക്നിക്ക്. ആ മെത്തേഡ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, ഒരു ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതും കുറച്ചും കൂടെ ടൈം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളൊരു മെത്തേഡാണ് സ്ക്യൂസ് മെത്തേഡ്. സ്ക്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ലിംഗത്തിൻ്റെ അറ്റം, അഗ്രഭാഗം ഒന്ന് സ്ക്യൂസ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളൊരു ടെക്നിക്കാണ്, നമ്മൾ വായ കൊണ്ട് അല്ലെങ്കിൽ മൂക്ക് കൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്ന ഈ സെക്സ് എന്നുള്ള സമയത്ത് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നതിന് പകരം നിങ്ങളത് നിങ്ങളുടെ വയറ് കൊണ്ട് ചെയ്യുക. വയറ് കൊണ്ട് ശ്വാസം എടുക്കുകയും ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, സ്കിന്ന് ഭയങ്കര ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു കോണ്ടം യൂസ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതെല്ലാം പരീക്ഷിച്ചിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം. ഒരു മെഡിസിനൽ സപ്പോർട്ട് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതിന് മാർക്കറ്റിൽ കാണുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്നതിന് പകരം നല്ല സേഫായിട്ട് ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.